നമുക്കെന്നേ ഇപ്പം ഈ കാന്താരിമുളക് പറിച്ചാലോ? ഇവിടെ മേളിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ടാണേ. എനിക്ക് തോന്നുന്നു മെയ്യിലങ്ങാണ്ട് നട്ടിട്ട. ഇപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 6 മാസമായി. നമുക്ക് പോയി പറിച്ചെടുത്താലോ? 6 മാസം കൊണ്ടാണ് കാന്താരി കഴിയുന്നത്. കുറച്ച് 2-3 ഞാൻ പഴുത്തെടുത്തിരുന്നു. കുറച്ച് കാന്താരിയായി. 2-3 പൂ ഇടാൻ തുടങ്ങുകയും ചെയ്തു. നമുക്കിത് പറിച്ചങ്ങ് എടുക്കാം. വന്നപ്പം അയ്യത്തെങ്ങാണ്ട് ഇവിടെ പോയപ്പം തയ്യും വിത്ത് വേര് കൊണ്ടുവന്നു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ നടാൻ പറഞ്ഞു. അങ്ങനെ കണ്ടോ, 2-3 പഴുത്തായിരുന്നു. മൊത്തം പഴുത്തോണ്ട് ഞാൻ അത് ആദ്യം അങ്ങ് എടുത്തു. അപ്പം പച്ചയായപ്പം ഞാൻ പച്ച അങ്ങ് പറിക്കുക. പിന്നെ ഇന്ന് ഗാന്ധി ജയന്തി അല്ലേ, അപ്പം എല്ലാവർക്കും ഒരു ഗാന്ധി ജയന്തി വിശ്വസം കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഈ പുറവശത്ത് കേൾക്കുന്നതേ പാട്ട്, എന്തോ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. അത് ഈ പാട്ട് നല്ലപോലെ കേൾക്കാനകത്തൂടെ. എടാ ഞാനൊരു കാര്യം അത് നോക്കിക്കേ, ഇതാണ്ട ഇതാണ്ട ഇതില്ലേ, ശരിക്കും ചില സ്ഥലങ്ങളിലില്ലേ ഇതിന്റെ ഷേവ് കണ്ടിട്ട് ആട്ടുംകൊമ്പിന്റെ പഴം പോലെ, പിന്നെ സിപ്പപ്പ് പഴം ഇല്ലേ എന്നും ചില സ്ഥലത്ത് ഇത് പറയും. പിന്നെ ഇല്ലേ ഇത് ഷുഗർ ഫ്രീയാ, അപ്പം ആർക്കും വേണമെങ്കിലും കഴിക്കാം. ഇത് ഷുഗറുള്ളവർക്ക് കഴിക്കാം. ഷുഗറുള്ളവർക്ക് കഴിക്കാം. അവർക്ക് പ്രത്യേകിച്ച് ഇത് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നാച്ചുറൽ സാധനം കൂടിയല്ലേ. ഇതാണ്ടോ ചെറിയൊരു കാ ഉണ്ടായി കണ്ടോ, അതാണ് മുള്ളാത്തിക്ക. കണ്ടോ, മറ്റേ അപ്പുറത്ത് ഉണ്ടായി വരുന്നുണ്ട്, അത് സാധാ ആത്തിക്ക. സാധാ ആത്തിക്ക. ഇത് മരുന്നല്ലേ? ഇത് മരുന്നാ. പിന്നെ നല്ല ആരോഗ്യം കിട്ടും. സ്ട്രോങ് ആവാൻ പറ്റും. TMT കമ്പി പോലെ ആവും. അത്ര ഒന്നും ആവത്തില്ല, എന്നാൽ സ്ട്രോങ് ആവും, ആരോഗ്യം വയ്ക്കും. പിന്നെ ഈ ആരോഗ്യം ഇല്ലാത്തവരും ബോഡി വീക്കായുള്ളവർക്കൊക്കെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. നല്ല ഇമ്മ്യൂണിറ്റി പവറൊക്കെ കിട്ടും. എപ്പോഴും ഈ ചില ആൾക്കാരുണ്ട്, എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആർക്കെങ്കിലും